ഇന്നലെ ഇപ്പോൾ ഇ പി ജയരാജനും കെ കെ ശൈലജയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വ്യത്യസ്തമായ വിരുദ്ധാഭിപ്രായം വിഴിഞ്ഞം വിഷയത്തിലടക്കം വ്യക്തമാക്കിയ ഒരു ദിവസമായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ദേശാഭിമാനിയിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ലേഖനം പ്രത്യക്ഷപ്പെടുന്നത്. അത് ഇന്നലെ ഒരു എതിരഭിപ്രായമോ അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായമോ പറഞ്ഞ് നേതാക്കൾക്കുള്ള മറുപടി എന്ന രീതിയിൽ കാണണമോ, അതോ വിഴിഞ്ഞം വിഷയത്തിൽ സെക്രട്ടറി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്താണോ പറഞ്ഞു വരുന്നത് അതിൻ്റെ ഒരു ആവർത്തനമായി കാണണമോ? അങ്ങനെ ആവർത്തനമായി മാത്രം കാണണ്ട സൈഫു. കാരണം 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ആ നിലപാടുമായി രംഗത്ത് വന്നത്. അത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്, പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്, ആ നിലപാടിനെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചാണ് ആദ്യം തന്നെ ഇ പി ജയരാജൻ എന്ന കേന്ദ്ര കമ്മിറ്റി അംഗം രംഗത്ത് വരുന്നത്. അദ്ദേഹം പറയുന്നത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് താനില്ല, ആ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിവാദം നല്ലതല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അഴിമതി ആരോപണം ഉന്നയിച്ചവർ തെളിവ് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അഴിമതി ആരോപണം ഉന്നയിച്ച ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് പിണറായി വിജയനാണ്, ഒന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അവർ രണ്ടുപേരും വേണമെങ്കിൽ തെളിവ് കൊണ്ടുവരട്ടെ എന്നൊരു കേന്ദ്ര കമ്മിറ്റി അംഗം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു പാർട്ടിയിൽ വ്യത്യസ്ത ഭിന്നാഭിപ്രായമായി തന്നെ അതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ദിവ്യ എസ്ഐയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ഉദ്യോഗസ്ഥർ പുതിയ സർക്കാർ വരുന്നത് മാറ്റുന്നത് സാധാരണ രീതിയാണെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ നിലപാട് തള്ളിക്കൊണ്ട് ഇന്നലെ കെ ശൈലജ രംഗത്ത് വന്നത്. ഈ 2 നിലപാടുകളെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ ലേഖനത്തിലൂടെ തള്ളിപ്പറയുന്നുണ്ട്. അഴിമതി ആരോപണം ആവർത്തിക്കുകയാണ് MV ഗോവിന്ദൻ ഈ ലേഖനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരത്തെ അറിയാമായിരുന്നു. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതിന് മറച്ചു വെക്കുന്നത്? സംസ്ഥാന സർക്കാർ ആ നിലപാട് വ്യക്തമാക്കണം. നേരത്തെ അറിയില്ല, അങ്ങനെയാണ് കരാറിൽ അവർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനുള്ളിൽ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കം കൂടി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ ഇതെന്ന് അദാനി കരുതിയോ എന്നുള്ള KC വേണുഗോപാലിന്റെ വാക്കുകൾ അദ്ദേഹം ഈ ലേഖനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ CPM അദാനി ഡീൽ എന്ന ആരോപണം ഉയർത്തിയ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി മുന്നോട്ട് വെച്ച് കോൺഗ്രസിനുള്ളിലെ ഭിന്നസ്വരം അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ PK ശ്രീമതി പറയുന്ന വാക്കുകൾ, അവരും പറയുന്നത് ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ മാറ്റാം, വേണ്ടെങ്കിൽ മാറ്റേണ്ടതില്ല, അങ്ങനെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ അതിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് ഇവിടെ PK ശ്രീമതി സ്വീകരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് KK ശൈലജയുടെ ആ നിലപാടിനെ തള്ളുന്നു PK ശ്രീമതി എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ച് എടുക്കുകയും ചെയ്യാം. എന്തായാലും അത് ലേഖനം സാധാരണഗതിയിൽ ദേശാഭിമാനിയിൽ വെള്ളിയാഴ്ച വരുന്ന ലേഖനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ലേഖനം എന്നുണ്ടെങ്കിൽ പോലും ഇത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. CPM-നുള്ളിലെ ഭിന്നാഭിപ്രായം അതിനുള്ള മറുപടിയായി കൂടി നമുക്കിതിനെ കാണാം. ആരുടെയും പേരെടുത്ത് അദ്ദേഹം പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ നിലപാട്, സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ഇത് തന്നെയാണ് എന്ന് MV ഗോവിന്ദൻ ഒന്നുകൂടി ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ആ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇ പി ജയരാജന്റെയും KK ശൈലജയുടെയും നിലപാടുകൾ അതിനകത്ത് തള്ളിപ്പറയുന്നുണ്ട്. അത് ദിവ്യ എസ്ഐയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന നേതൃത്വം ഇതുവരെ കക്ഷി ചേർന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ആ ലേഖനത്തിൽ എഴുതുന്നുണ്ട് ദിവ്യ എസ് എന്ന അയ്യർ എന്ന ഉദ്യോഗസ്ഥയെ അത് മാറ്റിയതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് എന്ന് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന വാചകം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സംശയം ബലപ്പെടുകയാണ്. അദാനി BJP-യെ സഹായിക്കുന്ന നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ VD സതീശൻ സർക്കാർ സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ അദാനിയെ സഹായിക്കുന്ന നിലപാട് കൂടി സ്വീകരിക്കുന്നുണ്ട് VD സതീശൻ UDF സർക്കാർ എന്ന് പറഞ്ഞു വെച്ച് രാഷ്ട്രീയമായി UDF-നെതിരെ തിരിയുകയാണ് CPM നേതൃത്വം ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഒരു പാർട്ടിയുടെ നിലപാട് വീണ്ടും ഉറക്കെ പറയുക വഴി ഇ പി ജയരാജനെയും KK ശൈലജയും തള്ളിപ്പറയുക കൂടിയാണ് ആ ലേഖനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. സൈഫ്, ഈ ദിവ്യയെ മാറ്റിയത് ഒരു ആയുധമാക്കി എടുക്കുന്നത് കുറെ കൂടി കോൺഗ്രസിനെ വളഞ്ഞിട്ട് കുത്താമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അത് എത്ര കണ്ട് ഫലം കാണുന്ന അല്ലെങ്കിൽ അത്ര ശേഷിയുള്ള ഒരു ആയുധമായിട്ടാണ് കരുതുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ? അതിനകത്ത് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ചില CPM-ന്റെ നേതാക്കന്മാരുമായി കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് അദാനിയുമായി ബന്ധപ്പെട്ട ചില കത്തിടപാടുകൾ അത് ദിവ്യ എസ് അന്ന് വിസിലിന്റെ MD ആയിരിക്കുന്ന സമയത്ത് വന്നിരുന്നു. ദിവ്യ എസ് അനുകൂലമായ നിലപാട് അതിനകത്ത് സ്വീകരിച്ചില്ല. അത് അദാനിക്കെതിരായ നിലപാടാണ് ദിവ്യ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് VD സതീശൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് മാറ്റിയത് എന്നുള്ളതാണ് ഈ CPM നേതാക്കളും മുൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുമെല്ലാം വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ദിവ്യ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സതീശൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് കരുതിയിട്ടാണ് അവരെ മാറ്റിയതെന്ന രാഷ്ട്രീയ ആരോപണമാണ് ഇതിന് ഉള്ളിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി VD സതീശൻ അതിനകത്ത് പറഞ്ഞ വാചകം അത് എന്തർത്ഥത്തിലാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്
കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് ഇതിനകത്ത് എന്താണ് താല്പര്യം? അപ്പം തന്നെ നമ്മൾ തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞത്. പക്ഷെ എന്തായിരിക്കും അദ്ദേഹത്തിന് പറയാനുണ്ടാവുക? അങ്ങനെ ചോദിച്ചാൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല സൈഫു. എന്തായാലും അദ്ദേഹം വേറെന്തോ മനസ്സിൽ കണ്ടിട്ടാണ് അത് പറഞ്ഞതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എന്തുകൊണ്ടാണ്, വലിയ രാഷ്ട്രീയ ആരോപണം ആണോ അദ്ദേഹം ഉന്നയിക്കുന്നത്, അല്ലാതെ വേറെന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളാണോ മനസ്സിൽ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളത്? ഒരാളുടെ മനസ്സിരിക്കുന്ന കാര്യം നമ്മളിവിടെ എങ്ങനെയാണ് വായിച്ചെടുക്കുക? രാഷ്ട്രീയം ആണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞു പോകേണ്ടതാണ്. മുഖ്യമന്ത്രി അതിനകത്ത് രാഷ്ട്രീയം പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അതിന്റെ രാഷ്ട്രീയ മറുപടി വേണമെങ്കിൽ പറഞ്ഞു പോകാം. പക്ഷെ അദ്ദേഹം അതല്ല ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അദ്ദേഹം വേറെന്തോ കാര്യം ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അതിന് രാഷ്ട്രീയമായ മറുപടിയാണ് CPM ഇപ്പോൾ നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. അത് വീണ്ടും ചർച്ചയായി വരികയും ഇനിയും ചോദിച്ചാൽ അദ്ദേഹം ഇനി പത്രസമ്മേളനം വരുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് അങ്ങ് മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന്. അദ്ദേഹം പറയില്ലോ, നമുക്ക് നോക്കാം സീ.